പുറത്ത് കയറിയിരിക്കുന്നത്. വേറെ അതല്ല, ഈ സെറ്റപ്പ് കാണാൻ വേറെ വഴിയൊന്നുമില്ല. മൊത്തം ഫ്രെയിമിലൊന്ന് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കയറിയിരുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നല്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടെക്ക് എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഒരു സീക്രട്ട് സാന്റ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സീക്രട്ട് സാന്റ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്കൂളിലും കോളേജിലും ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു സംഭവം തന്നെ. അത് നമുക്ക് അറിയുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ഇത് നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അവരുടെ ഇടയിൽ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഞാൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഗിഫ്റ്റ് ഒന്നല്ല കേട്ടോ. ജസ്റ്റ് ഒരു കാർഡ്, ഒരു ഹാൻഡ് മെയ്ഡ് കാർഡ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതായാലും കുഴപ്പമില്ല. കാരണം ഇപ്പൊ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഹാൻഡ് മെയ്ഡ് കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാന്ന് അറിയാം. അപ്പോൾ സീക്രട്ട് സാന്റയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയക്കണം. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ വിത്ത് പിൻകോഡ് ആൻഡ് ഡിസ്ട്രിക്ട്. മൊബൈൽ നമ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലൈക്ക് ലെറ്റർ ആണല്ലോ അയക്കണം, കാർഡാണല്ലോ അയക്കണം. അതുകൊണ്ട് മൊബൈൽ നമ്പർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു 2 days അല്ലെങ്കിൽ ഒരു 3 daysന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചൊരു ഇമെയിൽ അയക്കുന്നുണ്ടാവും. അതായത് വേറൊരു ആളുടെ അഡ്രസ്സ്, വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവും. ആ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കാർഡ് അയക്കേണ്ടത്. കാർഡ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 23rd മുന്നേ, അതായത് December 23rd മുന്നേ അവർക്ക് കിട്ടുന്ന രീതിയിൽ വേണം അയക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഗിഫ്റ്റ് അയച്ചേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അതൊരു മോശം പരിപാടിയല്ലേ. കാരണം അവർ എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ അയക്കാൻ ശ്രമിച്ചാൽ പോലെ എന്തായാലും അയക്കുക തന്നെ വേണം. കാരണം അങ്ങനെയാണ് പരിപാടി. അപ്പൊ ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 8-ാം തീയതി 12:45, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ടൈം തൊട്ടിട്ട് നാളെ 9-ാം തീയതി വൈകുന്നേരം 7 മണി വരെ അതിൻ്റെ ഉള്ളിലാണ് ഇമെയിൽ അയക്കേണ്ടത്. വൈകുന്നേരം 7 മണിക്ക് ശേഷം വരുന്ന ഇമെയിൽ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം നല്ല ഒരു ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, വേറെ ഒന്നല്ല കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു കാർഡ്, ഹാൻഡ് മെയ്ഡ് ആവാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കാർഡ് ആണ് അയക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് പെൻ പാൽ ഫ്രണ്ടും ആവാം, ഇഫ് ദേ ആർ വില്ലിങ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റ് ആവുകയാണല്ലോ. അപ്പോൾ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കാർഡ് അയക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതൊരു മോശം പരിപാടിയാണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ കൂടെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ഒരാൾക്ക് കാർഡ് അയക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഒരാൾക്ക് അങ്ങോട്ട് കാർഡ് അയക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഇമെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുന്നു. ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഒരു അഡ്രസ്സ് അങ്ങോട്ട് അയച്ചു തരുന്നതാണ്. 23rd ഗിഫ്റ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, നാളെ വൈകുന്നേരം 7 മണിക്ക് മുന്നായിട്ട് ഇമെയിൽ അയക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രിക്റ്റും പിൻകോഡും എന്തായാലും വെച്ചിരിക്കണം. ഫോൺ നമ്പർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ ഇമെയിൽ അയക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ കിട്ടും. ഒരു ഫോർമൽ ഇമെയിൽ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് അഡ്രസ്സും നിങ്ങളുടെ പേരും അത്രമാത്രം മതി. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി.